സോ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു വൺസ് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നാണോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പ്രിപ്പോസിഷൻ അല്ലേ, പ്രിപ്പോസിഷൻ എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കേണ്ടത്. അതിൽ ലാസ്റ്റ് നമ്മൾ മീനിങ് പറഞ്ഞ പ്രിപ്പോസിഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മയിലുണ്ടോ? അവസാനം പറഞ്ഞ പ്രിപ്പോസിഷൻ ഓഫ് ടൈം പറഞ്ഞു കഴിഞ്ഞു, വിത്ത് ആണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ പറഞ്ഞ ആളെ പേരൊന്ന് പറയൂ. പറഞ്ഞ ആളെ പേര്? ഓക്കെ രശ്മി അല്ലേ? ഓക്കെ, താങ്ക് യു. രശ്മി എന്തായാലും നല്ലൊരു ടീച്ചറാണ്, ബിക്കോസ് അത്രയും ഓർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബ്ലെസ്ഡ് ടീച്ചറാണ്. കാരണം നമുക്ക് വേണ്ട വിധം നമ്മുടെ മെമ്മറി പവർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്, പഠിച്ചവൻ്റെ ഒരു വരദാനമാണ്. ഓക്കെ, നമുക്ക് വിത്താണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വിസ്തരിക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ആ വേർഡ് നിർത്തോട്ടെ. നമ്മൾ ബിസൈഡ്സ് പറഞ്ഞതല്ലേ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? ബിസൈഡ്സ് ജസ്റ്റ് ഒന്ന് വോയിസ് ഒന്ന് ഓണാക്കി ആരെയും പറയൂ. ബിസൈഡ്സൊക്കെ നമ്മൾ വിശദീകരിച്ചില്ലേ? അതുപോലെ ഔട്ട്, ഓണ്, ആ ഒരു പാരഗ്രാഫ് നമ്മൾ വിശദീകരിച്ചോ? അറ്റ് ചേരുന്ന ശൈലികൾ, അറ്റ് ഡിന്നർ, അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അറ്റ് ടേബിൾ, അറ്റ് വർക്ക്, ആ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നോ? പറഞ്ഞില്ലല്ലേ? ഓക്കെ. അപ്പൊ ഒന്നും കൂടി ഞാൻ പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് എന്ന ഭാഗം ഒന്നും കൂടി ഒന്ന് ഓടിച്ച് പറയാം കേട്ടോ. ചിലപ്പോൾ ഓൾറെഡി പറഞ്ഞതായിരിക്കാം, എങ്കിലും ശ്രദ്ധിക്കുക എല്ലാവരും. പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് എന്ന ഭാഗം ഒരു ഹെഡിങ് ഉണ്ട് അവിടെ, സൈഡ് ഹെഡിങ് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ്. ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യൂ എല്ലാവരും കേട്ടോ. അപ്പോൾ പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ്, സ്ഥലം കാണിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ്. നമുക്ക് സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ആ സ്ഥലം ചിലപ്പോൾ ഒരു വില്ലേജ് ആവാം, ചിലപ്പോൾ ഒരു ചെറിയ ടൗൺ ആവാം, അതല്ലെങ്കിൽ വലിയ ടൗൺ ആവാം, ചിലപ്പോൾ സിറ്റിയും ആവാം. ഓക്കെ, അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷന് ഡിഫറെൻറ്റ് പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നല്ല വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്ലേസിൻ്റെ പേര് പറയുന്നത്, അത് ആ പ്ലേസ് വില്ലേജ് ആണെങ്കിൽ എല്ലായ്പ്പോഴും അറ്റാണ് യൂസ് ചെയ്യുക. അറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം അറ്റ് എന്ന പേര് വെച്ചുകൊണ്ട് സോ നമ്മുടെ നാട്ടിൽ ചെറിയ ഒരുപാട് വില്ലേജുകളുണ്ട് അല്ലേ? അത്തരം വില്ലേജ്, ഇപ്പോൾ കോഴിക്കോട് കുറ്റ്യാടി എന്ന് പറയുന്നത് ഒരു ടൗൺ ആയിട്ട് ഇന്ന് അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് പൊതുവിൽ ഒരു വില്ലേജ് ആയിട്ടാണ്. സോ അറ്റ് കുറ്റ്യാടി എന്നാണ് പറയുക. എന്നാൽ കാലിക്കറ്റ് ഒരു വില്ലേജ് അല്ല, ഒരു ചെറിയ ടൗണും അല്ല, ഒരു വലിയ സിറ്റി തന്നെയാണ്. അതുകൊണ്ട് കാലിക്കറ്റ് എന്ന പേരിൻ്റെ മുമ്പിൽ ഇന്നാണ് യൂസ് ചെയ്യുക. കണ്ടോ? അപ്പോൾ അറ്റ് കുറ്റ്യാടി, ഇൻ കാലിക്കറ്റ്. ഇനി നമ്മൾ ബാലുശ്ശേരി ആവട്ടെ, ബാലുശ്ശേരി കാണുമ്പോൾ ഒരു വലിയ ടൗണായി നമുക്ക് കാണുന്നുണ്ടെങ്കിലും ബാലുശ്ശേരി കണക്കാക്കപ്പെടുന്നത് ഒരു ചെറിയ ടൗണായിട്ടാണ്. ആ വേർഡിന് മുമ്പ് നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക, അറ്റ് ബാലുശ്ശേരി. ഓക്കെ, അതേസമയം നമ്മൾ ട്രിവാൻഡ്രം എന്നുള്ളത് ഒരു സിറ്റി ആയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 സിറ്റികളിൽ ഒന്ന് കാലിക്കറ്റും, ഒന്ന് എറണാകുളം, ഒന്ന് ട്രിവാൻഡ്രവുമാണ്. സോ ട്രിവാൻഡ്രം എന്ന പേരിന് മുമ്പ് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. ഇൻ ട്രിവാൻഡ്രം, ഇൻ എറണാകുളം, ഇൻ കാലിക്കറ്റ്. എന്നാൽ അറ്റ് പത്തനംതിട്ട, അറ്റ് കൊയിലോൺ, അറ്റ് ആലപ്പി, അറ്റ് കോട്ടയം, അറ്റ് ഇടുക്കി, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക
പേരുകൾ പറയാറുള്ളത്. അവിടെ അറ്റ് ഇടുക്കി എന്ന് പറഞ്ഞ പ്രയോഗം നിങ്ങൾ കൂടുതൽ കേട്ട് കാണൂല. കാരണം ഇടുക്കി ജില്ലയിൽ ഇടുക്കി എന്ന പ്രദേശം ഇല്ല. ആ ഒരു പ്രദേശത്തിന് പൈനാവ് എന്നാണ് പറഞ്ഞത്. പൈനാവ്. ഓക്കെ കേട്ടോ, വ്യത്യാസമുണ്ട്. ഓക്കെ, അതുപോലെ വയനാട് ജില്ലയിൽ വയനാട് എന്നൊരു പ്രദേശമില്ല, മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ആ ജില്ലേൻ്റെ പേര് പറയുമ്പോൾ വയനാട് എന്നാണ് പറയുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികൾ ബാംഗ്ലൂർ, ചെന്നൈ, അതുപോലെ തന്നെ മുംബൈ, ന്യൂഡൽഹി. ഇതിൻ്റെ ഒക്കെ പേരിൻ്റെ മുമ്പ് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. എന്നാൽ വിശാഖപട്ടണം, അതുപോലെ തന്നെ തൂത്തുക്കുടി, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ സ്മോൾ ടൗൺ ആയിട്ട് അല്ലെങ്കിൽ ടൗൺ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ടൗണിൻ്റെ പേരിന് മുമ്പൊക്കെ അറ്റ യൂസ് ചെയ്യുക. ടൗൺ ആവട്ടെ, സ്മോൾ ടൗൺ ആവട്ടെ, വില്ലേജ് ആവട്ടെ, അറ്റാണ് യൂസ് ചെയ്യുക. ഇതാണ് പ്രിപ്പോഷൻ ഓഫ് പ്ലേസ് എന്ന ഭാഗത്ത് നമുക്ക് കൃത്യം മനസ്സിലാക്കാനുള്ളത്. സോ അവിടെ എക്സാമ്പിൾ ഞാൻ ഒന്ന് പറയാം. ഷീ വെയിറ്റഡ് ഹാഫ് ആൻ അവർ അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. ഒരു സ്ട്രീറ്റ് ഒരു പക്ഷേ വലിയൊരു ഏരിയയാണ് ഈ കാര്യം, നീളത്തിലുള്ള ഒരു ഏരിയ ആയിരിക്കും. പക്ഷേ ആ സ്ട്രീറ്റിൻ്റെ ഒരു കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിൻ്റാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ നമ്മൾ ഒരു പോയിന്റ് ആക്കി പറയുകയാണെങ്കിൽ അവിടെ അറ്റാണ് യൂസ് ചെയ്യുക. സോ അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്, അഥവാ ആ തെരുവിൻ്റെ ഒരു മൂലയിൽ അവള് പിന്നെ അരമണിക്കൂർ കാത്തുനിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഐ വാസ് സ്റ്റാൻഡിങ് ഇൻ ദ സ്ട്രീറ്റ് വെൻ ദ സ്റ്റോം ബ്രോക്ക് ഔട്ട്. കാറ്റ് ശക്തമായിട്ട് വീശ തുടങ്ങിയപ്പോൾ ഞാൻ ആ തെരുവിൽ നിൽക്കുകയായിരുന്നു. അവിടെ തെരുവിൽ എന്ന് പറയുമ്പോൾ തെരുവ് ഒരു വലിയ ഏരിയയാണ്, ഒരു പോയിന്റ് അല്ല. ഒരു പോയിന്റിനേക്കാൾ കൂടുതൽ വലിയ ഏരിയയാണ് തെരുവ്. അതുകൊണ്ടാണ് തെരുവ് എന്ന വേർഡിന്, സ്ട്രീറ്റ് എന്ന വേർഡിന് നമ്മൾ ഇന്ന് എന്ന വേർഡ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന സ്ഥലം ഒരു പോയിന്റ് ആയിട്ട് ചെറുതായിട്ട് പറയുന്നുണ്ടോ, അതൊരു വലിയ ഏരിയ ആയിട്ടാണോ പറയുക? രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ തൃശ്ശൂർ അഥവാ തൃശ്ശൂർ എന്ന പേരിന് മുമ്പ് അറ്റാണ് യൂസ് ചെയ്യുക. കാരണം തൃശ്ശൂർ ഒരു ടൗൺ ആണെങ്കിലും അത് നമ്മൾ കേരളത്തിലെ വലിയ ടൗൺ ആണെങ്കിലും ടൗണായിട്ടാണ് കരുതപ്പെടുന്നത്, സിറ്റിയിൽ കരുതപ്പെടുന്നില്ല. ടൗണിൻ്റെ പേരിന് മുമ്പ് അറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, എന്നാൽ നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഐ ആം ലിവിങ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ശ്രദ്ധിക്കുക, ഓൺ അല്ല കേട്ടോ, ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. തൃശ്ശൂർ ടൗണിനേക്കാളും എത്രയോ വലിയ ഏരിയയാണ് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ടൗണിനേക്കാളും ഒരു 10 or 20 മടങ്ങ് വലിപ്പം വരുന്ന വലിയൊരു ഏരിയയാണ് തൃശ്ശൂർ ജില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റോ ഓണോ ഒന്നുമല്ല ഉപയോഗിക്കുക, ഇന്നാണ് യൂസ് ചെയ്യുക. എന്നാൽ തൃശ്ശൂർ ടൗണ് ആണെങ്കിൽ അതൊരു പോയിന്റാണ്, അവിടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം. ഓക്കെ, അപ്പോൾ പിന്നെ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, പക്ഷേ സിറ്റികളുടെ പേരിന് മുമ്പ് എല്ലായ്പ്പോഴും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് ജീവിക്കുന്നത്, ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ്, നോട്ട് അറ്റ് കാലിക്കറ്റ്. നമ്മൾ ഇൻ കാലിക്കറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി ഓൺ ഉപയോഗിക്കുന്ന സന്ദർഭം കൂടി ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുമ്പ് നമ്മളിപ്പോൾ അറ്റ് ഹോം, നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എവിടെയാണെന്ന്. അപ്പോൾ നിങ്ങളെന്താ എന്നോട് പറയുക? ഞാൻ വീട്ടിലാണ്, ഐ ആം അറ്റ് ഹോം എന്നാണ് പറയുക. ഈ ഹോം, ഹൗസ്, സ്കൂള് തുടങ്ങിയതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കണം. ഇനി കടല് നിങ്ങൾ പറയും സാറേ കടല് വലിയൊരു ഏരിയ അല്ലേ? ഒരു പക്ഷെ നമ്മളെ ഭൂപ്രദേശത്തേക്കാളും എത്രയോ വലിയ ഏരിയ അല്ലേ കടല്. അപ്പോൾ കടലിലാണെങ്കിൽ ഇൻ ദ സീ എന്നല്ലേ പറയേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഒരാൾ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ആ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അയാൾക്കും ആ പോയിന്റ് അറിയാം, നമ്മൾക്കും ആ പോയിന്റ് അറിയാം. ഓക്കെ, ഞാൻ പറയുന്ന ഫുള്ള് കാര്യം കേട്ടുകൊണ്ട് വേണം മനസ്സിലാക്കാൻ കേട്ടോ. അയാൾക്കും ആ പോയിന്റ്, നമ്മളയാളെ കാണുന്നുണ്ട്, അയാൾക്കും ആ പോയിന്റ് അറിയാം, നമുക്കും ആ പോയിന്റ് അറിയാം. സോ ഐ ആം അറ്റ് സീ എന്നാണ് അയാളോട് പറയുക. അതേസമയം നമ്മുടെ താനൂരിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ നിന്നോ ഒക്കെ തന്നെ ഫിഷിംഗ് ആവശ്യാർത്ഥം കുറേ മുക്കുവന്മാർ ബോട്ടിൽ നടുക്കടലിലേക്ക് പുറപ്പെട്ടു. നടുക്കടലിലെത്തിയ ശേഷം അവർക്ക് പെട്ടെന്ന് പിന്നെ കൊടുങ്കാറ്റ് വന്നപ്പോൾ
ദിശ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരാകെ ബുദ്ധിമുട്ടി. അവിടെ അവർക്ക് ഐ ആം അറ്റ് വി ആർ അറ്റ് സി എന്ന് പറയാൻ പറ്റൂല. കാരണം അവർക്ക് അറിയില്ല. ദേ ഡോണ്ട് നോ വേർ ദേ ആർ. അവരെവിടെയാണെന്ന് അവർക്ക് അറിയില്ല. അപ്പം അത്തരം കേസിൽ അവർ വി ആർ ഇൻ ദ സീ എന്നാണ് പറയുക. കടലിൽ എവിടെയോ ആണ്, കടലിലാണ്, കടലിൽ എവിടെയോ ആണ്. അപ്പം അത്രയും കടൽ എന്ന ആ ഒരു വിശാലമായ ഏരിയ എടുത്തുകൊണ്ടാണ് പറയേണ്ടത് ഇൻ ദ സീ. ഇൻ ദ സീയും അറ്റ് സീയും തെളിഞ്ഞു വരുന്നുണ്ടോ? റെഡി ആവുന്നുണ്ടോ? മനസ്സിലായോ? ആ, ഇമ്പോർട്ടൻ്റ് ആണ്, തിരിച്ചറിയേണ്ട. എങ്ങനെ? ആ, അതായത് ഇപ്പോൾ നമ്മൾ കടലിലൊക്കെ തന്നെ വഴിയോ ദിശയോ അറിയാതെ ഈ കപ്പൽ വഴിയും ബോട്ട് വഴിയും വരുന്ന യാത്രക്കാരോ മറ്റോ ഒക്കെ കടലിലകപ്പെടുന്ന അവസ്ഥ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കടലിൽ എവിടെയാണ് അവർ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയൂല. അങ്ങനെ പല ഇപ്പോൾ ലോകം എത്രയോ അപ്ഡേറ്റഡ് ആയി, നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട്, അങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ട് പോലും ഇപ്പോഴും ചില കപ്പലുകൾ കടലിൽ ഏത് ഭാഗത്താണ് എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്, ന്യൂസ് ചാനലിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആ കപ്പൽ ദ ഷിപ്പ് ഈസ് ഇൻ ദ സീ എന്നുള്ളതാണ്. കടലിലാണ്, പക്ഷെ കടലിൽ എവിടെയാണെന്ന് അറിയോ? ഇല്ല, എവിടെയോ ആണ്, കടലിൽ എവിടെയോ ആണ്. കണ്ടോ? ഇൻ ദ സീ. എന്നാൽ നമ്മളെ കുറച്ച് ബന്ധുക്കൾ ഈ ഫിഷർമാൻമാരാണ്. അവർ ബീച്ചിലാണ് താമസിക്കുന്നത്. അവർ നമ്മളെ ഒരു ദിവസം അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നമ്മളവിടെ എത്തിയപ്പോൾ അവർ ഫിഷിങ്ങിന് പോയിരിക്കുകയാണ്. അവരുടനെ മടങ്ങി വരുമെന്ന് പറഞ്ഞു. അവർ 8-10 മണിക്കൂർ മുമ്പ് പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു 6-7 ബോട്ട് കുറേ ദൂരത്തുനിന്ന് ഇങ്ങോട്ട് കരലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ബോട്ടിൻ്റെയും മേലെ നമ്മുടെ ത്രിവർണ്ണ പതാകയും ഉണ്ട്. നമ്മുടെ ഈ ഫിഷിംഗ് ബോട്ടുകൾ തിരിച്ചറിയാനുള്ള അടയാളമാണ്. ഈ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ അതിൽ നമ്മുടെ ബന്ധുവിൻ്റെ കയ്യിൽ ഫോണുണ്ട്. അവർ ഫോൺ കൊണ്ടാണ് പോയിക്കേണ്ടത്. നമ്മൾ വിളിച്ചു ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ? നമുക്ക് ഈ 4-5 ബോട്ടുകൾ ഏത് ബോട്ടിലാണ്, അല്ലെങ്കിൽ അവർ ആ ബോട്ടിലുണ്ടോ, ഇനി വേറെ ബോട്ടിലാണോ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വി ആർ അറ്റ് ദ സീ, ഞങ്ങൾ കടലിലാണ്. കാരണം അവർക്ക് ബീച്ച് കാണാൻ കഴിയുന്നുണ്ട്. ബീച്ചിൽ കുറേ ആളുകൾ അവിടെ അവരെ വെയിറ്റ് നിൽക്കുന്നുണ്ട്. അതിൽ ആ കൂട്ടിൽ നമ്മളുണ്ടെന്ന് അവർക്കറിയാം. സോ ആ അർത്ഥത്തിൽ സ്ഥലം ഡിറ്റർമിൻഡ് ആണ്. സ്ഥലം അവിടെ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്, എവിടെയാണെന്ന് അറിയാം. ആ കേസിൽ നമുക്ക് വി ആർ അറ്റ് ദ സീ, ഐ ആം അറ്റ് ദ സീ എന്നൊക്കെ പറയാം. ഇപ്പോൾ അറ്റ് ദ സീയും ഇൻ ദ സീയും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അറ്റ് സീ എന്ന് പറയുമ്പോൾ കടലിൽ വലിയ കടലിനെ ഒന്നാകെ എടുക്കാതെ കടലിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നാൽ ഇൻ ദ സീ എന്ന് പറഞ്ഞാൽ കടലിനെ ഒന്നാകെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയേണ്ടത്. ഇപ്പം കാര്യം കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സംഭവം റെഡിയാണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓണ് എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് പറയാം. ഓണ് അതിന് മുമ്പ് നമുക്ക് ചിലപ്പോൾ ഈ ഹോട്ടലൊക്കെ തന്നെ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ചില ഹോട്ടലുകൾ ഒരു പോയിൻ്റായി പറയാൻ കഴിയാത്ത വണ്ണം അത്രയും വലിപ്പമുള്ളതും സൗകര്യങ്ങളുള്ളതുമാണ്. ഇനി ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് കരുതി ഹോട്ടലും ഹോസ്പിറ്റലും ചെറുതായി വരുന്ന അവസ്ഥയുണ്ട്. ചെറുതായി വരുന്ന ചെറുതാവല്ല, നമ്മുടെ നാട്ടിൽ ലോക്കൽ ഹോസ്പിറ്റലുകളില്ലേ അല്ലേ, അവിടെയും നമ്മൾ അഡ്മിറ്റ് ആവാറുണ്ടല്ലോ. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ അറ്റ് ദി ഹോസ്പിറ്റൽ എന്നാണ് പറയുക. എന്നാൽ ഹോസ്പിറ്റൽ അത്രയും വലുത് ആണിപ്പോൾ ഡൽഹിയിൽ മിംസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ് പറയുക. കാരണം അത്രയും സൗകര്യങ്ങളും അത്രയും വിസ്തൃതമാണ് ഈ ഏരിയ. അപ്പം അങ്ങനെ ഇതാണ് കാരണം നമ്മൾ പറയുന്ന ഏരിയ സ്ഥലം അത് വിസ്തൃതി ഉണ്ടോ വിസ്തൃതി കുറഞ്ഞതാണോ എന്ന ചിന്തക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ അറ്റാണോ ഇന്നാണോ ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കരുത്. എന്ന് കരുതി ഇത് പറഞ്ഞ മുമ്പ് സ്ഥലം പോയി അളന്നു നോക്കൊന്നും വേണ്ട, കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നമ്മളിതൊക്കെ നമുക്കറിയാലോ അല്ലേ? ഓക്കെ. എന്നാൽ ഇനി നമ്മൾ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഫാമിൽ എസ്റ്റേറ്റിലൊക്കെ ആണെന്ന് പറയാൻ വേണ്ടി അവിടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്.
ആ ഒരവസ്ഥയിൽ നമുക്ക് ഐ ആം ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞേക്കാളും നല്ലത് ഐ ആം ഓൺ ദ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുക. കാരണം അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ അവിടെ ഈ റെയിൽ പാളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മേൽ എന്ന ഒരു ഫാം ആവട്ടെ, നമ്മൾ സാധാരണ ഈ കോഴി ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ ഒക്കെ ആണെങ്കിൽ ഫാമൻ ഉണ്ടാവും. ഈ ഇത്തരം നാൽക്കാലികളെയോ പക്ഷികളെയോ നമ്മൾ താമസിപ്പിക്കുന്ന കുടിലുകൾ ഉണ്ടാവും, തൊഴുത്തുകൾ ഉണ്ടാവും. അപ്പം അത്തരം തൊഴുത്തുകൾ എപ്പോഴും ഭൂമിൻ്റെ മേലെയായിരിക്കും. ആ അർത്ഥത്തിൽ ഓൺ ദ ഫാം, ഓൺ ദ എസ്റ്റേറ്റ്, ഓൺ ദ റെയിൽവേ സ്റ്റേഷൻ എന്ന സ്റ്റൈലും ഇംഗ്ലീഷിൽ വളരെ വ്യാപകമാണ്. ഓക്കെ, നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. യെസ്, ഇപ്പോൾ നമുക്ക് അറ്റു ഇന്നും പ്ലേസിൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ചറിയണം, മനസ്സിലാക്കണം. കൂടാതെ ഇനി സ്ഥലം വലുതാകും തോറും ഇന്നുപയോഗിക്കാനുള്ള സാധ്യത കൂടി വരികയാണ്, സ്ഥലം ചെറുതാകും തോറും അറ്റുപയോഗിക്കാനുള്ള സാധ്യത കൂടി വരികയാണ്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മറക്കരുത്. ഈ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓൺ ഉപയോഗിക്കുന്ന സാഹചര്യം, ഇനി റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഓൺ ദി റെയിൽവേ സ്റ്റേഷൻ, ഫാം ആണെങ്കിൽ ഓൺ ദി ഫാം, അതുപോലെ പിന്നെ എസ്റ്റേറ്റ് ആണെങ്കിൽ ഓൺ ദി എസ്റ്റേറ്റ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്രയോഗം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്ത ഭാഗം ബിറ്റ്വീനും യമങ്ങുമാണ്. ആളെ കുഴപ്പിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് ബിറ്റ്വീനും യമങ്ങും. ബിറ്റ്വീൻ ആൻഡ് യമങ്. ഓക്കെ, രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. രണ്ട് വാക്കിനും പൊതുവായി പറയുന്ന അർത്ഥം ഇടയിൽ എന്നാണ്. രണ്ട് വാക്കിൻ്റെയും കോമൺ ആയിട്ടുള്ള അർത്ഥം എന്താണ്? ഇടയിൽ. ഓക്കെ, പക്ഷേ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ട് ആളുകൾ, രണ്ട് ഒബ്ജക്റ്റുകൾ അതിൻ്റെ മാത്രം ഇടയിലാണ്. എന്നാൽ യമങ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ, എത്രയുമാവാം അത്രയും ആളുകളുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളുടെ ഇടയിലാണ്. അങ്ങനെ വ്യത്യാസം തിരിച്ചറിയേണ്ട പ്രയോഗമാണ്. നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ടോക്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ അറ്റ് ഹോൾഡ്. അവിടെ നമുക്ക് ടോക്സ് കണ്ടോ, ടോക്സ് ബിറ്റ്വീൻ. അവിടെ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമേ ചർച്ച നടത്തുന്നുള്ളൂ. ഇത്തരം ചർച്ചയെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഉഭയകക്ഷി ചർച്ചകൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുക. എന്നാൽ ഇനി അടുത്ത് നോക്കും നിങ്ങൾ. ഹീ സ്റ്റുഡ് ഇൻ ബിറ്റ്വീൻ ഹിസ് സൺ ആൻഡ് ഡോട്ടർ. അദ്ദേഹം തൻ്റെ മകൻ്റെയും മകളുടെയും ഇടക്കാണ് നിന്നത് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിൻ്റെയും ഇടയിൽ എന്നാണ്. ഇതൊരു കമൻറ്റ് വന്നിട്ടോ ഇവിടെ യൂട്യൂബ്, ഈ ഗൂഗിൾ മീറ്റിൽ കമൻറ്റ് എനിക്ക് റീഡ് ചെയ്യാൻ ചില പ്രയാസം വരുന്നുണ്ട്. ഞാനൊന്ന് ഓപ്ഷൻ മാറ്റിക്കാട്ടെ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ലാസ്റ്റിലുള്ള ഒരാൾ ഒരു കമൻറ്റ് അയച്ചിരുന്നു. ആ കമൻറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ കമൻറ്റ്? ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യൂ. ഇപ്പോൾ ഓക്കെ, ഇപ്പം എനിക്കത് കാണാൻ കഴിയും. ആ കമൻറ്റ് അയച്ച ആൾ ഒരു കമൻറ്റ് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണ് പറഞ്ഞ് മനസ്സിലായില്ല. ഓക്കെ കേട്ടോ. അപ്പോൾ ബിറ്റ്വീനും അതുപോലെ യമങ്ങും മനസ്സിലായല്ലോ. വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ, പ്രയാസമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധ കൊടുത്ത്. അതായത് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ട് ആളുകളുടെ ഇടയിൽ, രണ്ട് വസ്തുക്കളുടെ ഇടയിൽ. ഇനി യമങ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകളുടെ ഇടയിൽ, രണ്ടിൽ കൂടുതൽ വസ്തുക്കളുടെ ഇടയിൽ. എക്സാമ്പിൾ അവിടെ കാണാൻ പറ്റും. ദ ചിൽഡ്രൻ കോറൽഡ് എമംഗ് ദെംസെൽവ്സ്. കുട്ടികൾ പരസ്പരം വഴക്കടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിൽ കൂടുതൽ, 3 ആവാം, 4 ആവാം, 5 ആവാം, അതിൽ ഏറെ എത്രയും ആവാം, അത്രയും കുട്ടികളെ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ, ചിൽഡ്രൻ കോറൽഡ് എമംഗ്
themselves. കുട്ടികൾ പരസ്പരം വഴക്കടിച്ചു എന്നാണ് അവിടെ പറയേണ്ടത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുന്നത് there should be more cooperation among the countries of the world. ലോക രാജ്യങ്ങളുടെ ഇടയിൽ കൂടുതൽ സഹകരണം ഉണ്ടായിരിക്കണം, ഉണ്ടായേ പറ്റൂ. നിർബന്ധമായ കാര്യം പറയാണ്, ലോക രാജ്യങ്ങൾ. അപ്പൊ 2 രാജ്യങ്ങളല്ല, 2-ൽ കൂടുതൽ ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട്. ലോകത്ത് സ്വതന്ത്രമായ രാജ്യങ്ങൾ എണ്ണം നോക്കുകയാണെങ്കിൽ 249ഓളം രാജ്യങ്ങൾ ഇന്ന് സ്വതന്ത്ര രാജ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം രാജ്യങ്ങളുടെ ഇടയിൽ കൂടുതൽ സഹകരണം ഉണ്ടായിരിക്കണം, ഉണ്ടായേ പറ്റൂ. കണ്ടോ, അവിടെ എമംഗ് എന്ന വേർഡാണ് യൂസ് ചെയ്തേക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിളിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? വൈകി ജോയിൻ ചെയ്യുന്നവർക്ക് റെക്കോർഡ് ഓക്കെ കേട്ടോ. ക്ലാസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ റെക്കോർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വർക്ക് ആരംഭിക്കും. നാളത്തോടു കൂടി ലിങ്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രിപ്പോഷൻ്റെ ഭാഗം ഇവിടെ സിമ്പിളായിട്ടുള്ള പ്രിപ്പോഷൻ്റെ ഭാഗം ഇവിടെ കഴിയാണ്. ഇനി ഇതുവരെ എടുത്ത ഈ പ്രിപ്പോഷൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കൺഫ്യൂഷൻസോ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള സമയമാണത്. നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ വീണ്ടും ആ ഭാഗം റിപ്പീറ്റ് ചെയ്യും. ഇതുവരെ എടുത്ത ഈ ഒരു പ്രിപ്പോഷൻ്റെ ഈ 2 പേജോളം നമ്മൾ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞു. 2 അല്ല 3 പേജ് എടുത്തു കഴിഞ്ഞു. ആ 3 പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. റിപ്പീറ്റ് ചെയ്യണമെങ്കിലും പറയട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ് പറഞ്ഞായിരുന്നു. ഓക്കെ, ഓൺ നമ്മൾ നോർമലി 2 കേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഒരു വേർഡ് മീനിങ്ങിലാണ്, അതായത് മേൽ എന്നർത്ഥം. അപ്പോൾ നമ്മളൊരു ടേബിളിൻ്റെ മേൽ നമ്മുടെ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദ ലാപ്ടോപ്പ് ഈസ് ഓൺ ദ ടേബിൾ എന്നാണ് പറയുക. ദ ലാപ്ടോപ്പ് ഈസ് ഓൺ ദ ടേബിളിൻ്റെ മേലാണ് ലാപ്ടോപ്പ്. ഓക്കെ, പ്രിപ്പോഷൻ ടൈം ഒന്ന് പറയുമോ സാർ? പറയാം കേട്ടോ, പ്രിപ്പോഷൻ ടൈം. ഓക്കെ, ഇനി അതേസമയം നമ്മൾ ഓൺ യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ സമയമാണ്. സമയത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഡേ ആൻഡ് ഡേറ്റ്, ദിവസങ്ങളും തീയതികളും അതിൻ്റെ പേരിന് മുമ്പാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഓൺ തേഴ്സ്ഡേ, ഓൺ ഫ്രൈഡേ, ഓൺ സാറ്റർഡേ. എന്നാൽ ഓൺ ടുമോറോ, ഓൺ ടുഡേ, ഓൺ യെസ്റ്റർഡേ അത് പറയാൻ പാടില്ല. ഈ 7 ദിവസങ്ങളെ പേരിന് മുമ്പ് ഓൺ യൂസ് ചെയ്യാം, എന്നാൽ ഇന്ന്, നാളെ, ഇന്നലെ തുടങ്ങിയ വാക്കിന് മുമ്പ് ഓൺ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഗ്രാമറിക്കലി മിസ്റ്റേക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് വെച്ചാൽ ഡേറ്റിൻ്റെ. അപ്പോൾ ഓൺ 21st January, ഓൺ 1st January. ദ ന്യൂ ഇയർ കംസ് ഓൺ 1st January. ജനുവരി 1-ാം തീയതിയാണ് പിന്നെ ന്യൂ ഇയർ സമാഗതമാകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ ന്യൂ ഇയർ ഈസ് ഓൺ ദി 1st January. ഇനി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വാസ് ബോൺ ഓൺ 2nd October. അവിടെ നമ്മൾ ഒക്ടോബർ 2-ാം തീയതിയാണ് ഗാന്ധിജി ജനിച്ചത് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ 2nd October. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായ കാര്യം എന്താണ്? ഡേറ്റ് ആൻഡ് ഡേയ്സ്, ദിവസങ്ങളും തീയതികളും അവയുടെ പേരിന് മുമ്പ് നമ്മൾ ഓൺ യൂസ് ചെയ്യണം. കൂടാതെ ഓണിന് മേൽ എന്നർത്ഥം വരുന്നുണ്ട്. ഈ പ്രിപ്പോഷൻ ഓഫ് ടൈം പറയുമ്പോൾ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ദൈർഘ്യം കൂടിയ സമയങ്ങളുണ്ട്, ദൈർഘ്യം വളരെ കുറഞ്ഞ സമയവുമുണ്ട്. അപ്പോൾ ഞാൻ നാളെ 1:30 മണിക്ക് ക്ലാസ്സിൽ വരാം എന്ന് പറയുമ്പോൾ ഒരു 1:30 എന്നുള്ളത് ചിലപ്പോൾ 1:29 ഞാൻ ക്ലാസ് 1 വരും, ചിലപ്പോൾ 1:31 വരും. കാരണം അവിടെ 1:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മിനിറ്റത്തെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദൈർഘ്യം കുറഞ്ഞ സമയമായതുകൊണ്ട് ഐ വിൽ കം ടു ദ ക്ലാസ് അറ്റ് 1:30. ദൈർഘ്യം കുറഞ്ഞ സമയമാണെങ്കിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. ദൈർഘ്യം കൂടിയ സമയം ഇപ്പോൾ ഞാൻ രാവിലെ ക്ലാസ്സിന് വരാം. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 5 മണിക്ക് ഏർലി മോർണിംഗ് 5 മണിക്ക് ആണെങ്കിലും അത് രാവിലെയാണ്. ഇനി 6 മണിയായാലും രാവിലെയാണ്, 7, 8, 9, 10 രാവിലെയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു വലിയ ദൈർഘ്യമേറിയ സമയത്തെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ അറ്റ് ദി മോർണിംഗ് എന്ന് പറയാൻ പാടില്ല, ഇൻ ദ മോർണിംഗ് എന്നാണ് പറയേണ്ടത്. അതുപോലെ ഇൻ ദ ആഫ്റ്റർനൂൺ സമയം ദൈർഘ്യമുണ്ട്.
എന്നാൽ ഇൻ ദ നൂൺ എന്ന് പറയാറില്ല. കാരണം സൂര്യൻ കൃത്യമായിട്ട് 90 ഡിഗ്രിയിൽ നമുക്ക് സൂര്യൻ്റെ വെയിൽ നമുക്ക് അനുഭവയോഗ്യമാകുമ്പോഴാണ് നമ്മൾ അറ്റ് നൂൺ എന്ന് പറയുക. 1-2 മിനിറ്റ് മാത്രമേ ആ സമയത്ത് നൽകുകയുള്ളൂ. കാരണം 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നേല് വരും. ശരിക്ക് 90 ഡിഗ്രിയിൽ സൺലൈറ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നേല് വരാൻ പാടില്ല. അങ്ങനെ നേല് വരാത്ത രാജ്യങ്ങൾ ചുരുക്കം ലോകത്തുള്ളൂ. സൗത്ത് ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട രാജ്യങ്ങളാണ് കൂടുതലും. സാംബിയ അതിന് എക്സാമ്പിളാണ്. നമ്മുടെ രാജ്യം അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിലേക്ക് സൺലൈറ്റ് വരുന്ന അല്പം ചെരിഞ്ഞ അതുകൊണ്ട് 12 മണിക്ക് പോലും നമുക്ക് നേല് വരും. ഓക്കെ, ഉച്ചക്കായി കേട്ടോ. അത് വേറെ കാര്യം. അത് ജോഗ്രഫിക്കലായിട്ടുള്ള കാര്യമാണ്. അത് വേറെ മനസ്സിലാക്കേണ്ടതാണ്. യൂട്യൂബ് കണ്ടോണ്ടി അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അതല്ലേ നോർവേ നമുക്കറിയാലോ. നോർവേ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 1.5 മാസം 2 മാസക്കാലം ഫുൾ രാത്രിയാണ്. അവിടെ സൂര്യൻ ഉദിക്കുകയില്ല. ഇനി അടുത്തൊരു 2 മാസക്കാലം സൂര്യൻ അസ്തമിക്കുകയില്ല, രാത്രിയേ ഇല്ല, ഫുൾ പകലാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ ജോഗ്രഫിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. യൂട്യൂബ് അതിനൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം അതൊക്കെ നമ്മളെ കുട്ടികൾ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള സംശയങ്ങളാണ്. ചോദിക്കും മാപ്പ് ടോക്കരുത് കേട്ടോ. ചോദിക്കുമ്പോഴേ നാളെ നോക്കിയിട്ട് പറയാൻ പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ടീച്ചറിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ച് പറയും. അപ്പം അതിന് നിൽക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വണ്ടർ തന്നെയാണ്. ഇതൊക്കെ വണ്ടപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ആദ്യം കേൾക്കുകയാണ് ഈ കാര്യം 2 മാസം മുഴുവൻ സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങൾ ഭൂമിയിലുണ്ട്. 2 മാസം ഫുൾ രാത്രി, 2 മാസം സൂര്യൻ അടുത്ത 2 മാസം സൂര്യൻ അസ്തമിക്കുകയും ചെയ്യൂല, ഫുൾ പകലാണ്. രാജ്യങ്ങളുണ്ട്. രാജ്യം വേറൊന്നുമല്ല, നോർവേ, അതുപോലെ ഐസ്ലാൻഡ്, ഇനി കാനഡ എന്ന വലിയ രാജ്യത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ, ഇതൊക്കെ അതിൽപ്പെട്ട രാജ്യങ്ങളാണ്. ഓക്കെ, റഷ്യയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. അതിൻ്റെ ഒരു വ്യക്തമായ കാരണമുണ്ട്. എല്ലാം കൂടി ഞാൻ പറയണ്ട, കുറച്ചൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി. ടീച്ചർമാരാണല്ലോ, അല്പം ഒരു ഗവേഷണ ബുദ്ധിയൊക്കെ വേണം കേട്ടോ. ഒന്ന് പിന്നെ മുട്ടുവീൻ തുറക്കപ്പെടുന്ന പറഞ്ഞേക്കേണ്ടത്. ഒന്ന് യൂട്യൂബിലൊക്കെ പോയിട്ടൊന്ന് മുട്ടി നോക്കി തുറക്കും, കിട്ടും. എന്താ കാരണങ്ങൾ കിട്ടും. കുറച്ച് ജിജ്ഞാസ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ടൈമിൻ്റെ കാര്യമാണ്. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, അറ്റ് നൂൺ. എന്നാൽ രാത്രിക്ക് ദൈർഘ്യമുണ്ടോ ഇല്ലയോ? രാത്രിക്ക് അത് തന്നെ നോർവേയിലാണ് ഗ്രീൻ ലൈറ്റ് ഒക്കെ ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. അല്ലാതെ വിഡ്ഢിത്തരം നിറഞ്ഞ വീഡിയോസ് കാണാൻ വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. അത് ഫണ്ണായിരിക്കും എന്ന് കരുതി അങ്ങനെ സമയം കളയരുത്. നമ്മളെ ജോലി വേറെയാണ്. നമ്മളെ ജോലി കാരണം ഫണ്ണല്ല. നമ്മൾ ഗൗരവം പഠിപ്പിക്കുന്ന ആൾക്കാർ, നമ്മൾ കാര്യഗൗരവമുള്ള ജോലിയാണ് നമ്മളെ ജോലി. അതുകൊണ്ട് ആ ഓർമ്മ വേണം എല്ലാവർക്കും കേട്ടോ. അതൊക്കെ കുട്ടികൾ ചോദിക്കും, എന്നോട് ചോദിച്ചേക്കണേ. എന്നോട് ഈ പിന്നെ LKG UKG ഓക്കെ, ആ പിഞ്ച് പൈതലിന് ഇതൊന്നും അറിയില്ലായിരിക്കാം. 4ഓ 5ഓ ക്ലാസ്സൊക്കെ ആണെങ്കിലേ പിന്നെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ചോദിക്കും. അവന്മാർക്ക് നമ്മളെക്കാൾ ഫാസ്റ്റാണ് അവന്മാർ. നമുക്ക് 4-5 വയസ്സുള്ള കാലത്ത് എങ്ങനത്തെ കാര്യമൊന്നും അറിയില്ലായിരുന്നു. തലമുറ മാറുമ്പോൾ ഭയങ്കര ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഈ അറിവ് കരസ്ഥമാക്കുന്ന കാര്യത്തിൽ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ അറിയാം. 4-5 വയസ്സുള്ള പിള്ളേർക്ക് ഇതൊക്കെ അറിയാമെന്നുള്ളതാണ്. അവന്മാർ ചോദിച്ചാൽ പെടരുത് കേട്ടോ. ഓക്കെ, കാരണം അവർ നമ്മളെക്കാൾ കൂടുതൽ ഈ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടി വാശി പിടിച്ചു കഴിഞ്ഞാൽ വാശി കുറക്കാനുള്ള നമ്പർ 1 മരുന്നായിട്ടാണ് മൊബൈൽ ഫോണിനെ നമ്മൾ രക്ഷകർത്താക്കൾ കാണുന്നത്. അത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തോ ആവട്ടെ. സോ കാര്യം മനസ്സിലായല്ലോ. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. എന്നാൽ ഇൻ ദ നൈറ്റ് എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇൻ ദ നൈറ്റ് എന്ന് പറയാറില്ല, അറ്റ് നൈറ്റ് എന്ന് പറയാറുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങളിൽ ചില ആൾക്കാർക്ക് അറിയാവുന്നവർ ഒന്ന് വാട്സപ്പിൽ ഒന്ന് വോയിസ് ആയിക്കൊണ്ടിട്ടാ. എല്ലാം ഇങ്ങനെ കേൾക്കണ്ട. രാത്രി ഒരുപാട് ദൈർഘ്യം നമുക്കറിയാം. കാരണം സൂര്യ അസ്തമിച്ച് കഴിഞ്ഞാൽ രാത്രിയാണ്, സൂര്യ ഉദിക്കോളം. എന്നിട്ടും സായിപ്പ്, ബോധമുള്ള ബുദ്ധിയുള്ള സായിപ്പ് ഇൻ ദ നൈറ്റ് എന്ന് പറഞ്ഞില്ല, അറ്റ് നൈറ്റ് എന്നാണ് പറയേണ്ടത്. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന് ആലോചിക്ക്. ബുദ്ധി ഒന്ന് വർക്ക് ചെയ്യട്ടെ. ആ മാറാനുള്ള ഭാവമൊക്കെ ഒന്ന് ശരിയായി ക്ലീനായി വരട്ടെ കേട്ടോ. ഓക്കെ, കാരണം കണ്ടെത്തിയിട്ട് ഒന്ന് വോയിസ് ആയിക്കോളൂ. എത്ര ആൾക്കാർ ബുദ്ധി ഉപയോഗിക്കണമെന്ന് അറിയട്ടെ. ഇതിന് ഞാൻ ക്ലാസ്സിൽ 1-2 പ്രാവശ്യം പറഞ്ഞു വന്നിട്ടുണ്ട് ഈ പോയിന്റ് കേട്ടോ.
ഓക്കെ, ഇനി പിന്നെ പഴയ ക്ലാസ് തേടി പുറപ്പെടും, ഇതെന്തറിയാൻ വേണ്ടിയിട്ട്. ഒന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം എടുത്തതിൽ ഇനി ആർക്കും കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഒരുവിധം ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? റെഡി അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ റിപ്പീറ്റഡ്ലി കാണണം, കേൾക്കണം. ഇനി ഇന്ന് ഞാൻ കൂടുതൽ എടുക്കുന്നത്, കാരണം പ്രിപ്പോസിഷൻ അങ്ങനെ ഒരുപാട് ഓടിച്ചു വിടാൻ പറ്റിയൊരു സംഭവമല്ല. എന്നാൽ അടുത്ത ചാപ്റ്റർ മുതൽ കൺജങ്ഷനും ടെൻസും ഒക്കെയാണ്. അത് നമുക്ക് ഒരുപാട് പഠിക്കാനില്ലാത്തതുകൊണ്ട് കൺജങ്ഷൻ മറിച്ചാൽ മനസ്സിലാവും. അത്രയൊന്നും കൂടുതൽ പ്രിപ്പോസിഷൻ പോലെ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. പക്ഷെ പ്രിപ്പോസിഷൻ അങ്ങനെ എടുക്കാൻ പറ്റൂല. ഒരു ക്ലാസ് ഒരുപാട് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് മാനസികമായിട്ട് ആ രീതിയോട് യോജിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഓക്കെ, ഡ്യൂട്ടിയാണ്, ക്ലാസ് വേണ്ട സമയം തീർക്കണം എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് മുഴുവൻ ആൾക്കും ഈ ക്ലാസ് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന താല്പര്യം കൂടി അതിൻ്റെ പിറകിലുണ്ട്. അങ്ങനെ പോകാനേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചിരിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ചൊരു പണിയുള്ള ഭാഗമാണ്. എന്നാലോ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പേജാണ് നിങ്ങൾ ആ ഫുൾ മേക്കപ്പിൽ കാണേണ്ടത്. നിങ്ങൾക്ക് ഈ പേജ് ഞാൻ കാണിച്ചു തരാം. കാണണ്ടാവും ഈ പേജ് അല്ലേ? ഈ പേജ് കാണണ്ടല്ലോ. ഈ പേജ് അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ നല്ല ആവശ്യമുള്ള പേജാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉദാഹരണ സഹിതം വിശദീകരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ടാസ്കുകൾ വേറെയും ഉണ്ടാവും. ഈ ആഴ്ച ടാസ്ക് ഒന്നും ഇല്ല കേട്ടോ. അടുത്ത ആഴ്ച ടാസ്ക് 2 ടാസ്കുകൾ എന്തായാലും ഉണ്ടാവും ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും പോരെ. ഇനി കൂടുതൽ അഡ്വാൻസ് ആയ ഭാഗത്തേക്ക് പോകണോ? ഓക്കെ ഓക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 45-50 മിനിറ്റ് വരെ പോവാം. ഇന്ന് 31 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുള്ളൂ. 9 മണിയാവാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. ഇനി എവിടെയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വോയിസ് അയക്കൊണ്ടു. ഡൗട്ട്സുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ വോയിസ് അയക്കണം കേട്ടോ. ഞാൻ അപ്പത്തിന് ഡ്രാസ്റ്റിക്കായിട്ട് മറുപടി തരാൻ കഴിയില്ലെങ്കിലും ഞാൻ എന്തായാലും 24 ഹവറിനുള്ളിൽ നിങ്ങൾ സംശയം ദൂരീകരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം മനസ്സിലാവാനുള്ളത്, ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് എന്ന ലോകം പരന്നു കിടക്കുകയാണ്. യൂട്യൂബ് നിങ്ങളെ മുമ്പിലുണ്ട്. യൂട്യൂബിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നോ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഇംഗ്ലീഷ് എന്നോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ആസ്പദമായ ഒരുപാട് സംഭവങ്ങൾ ഇംഗ്ലീഷിൽ വരും. ഇതൊക്കെ നമുക്ക് നേർച്ചയാക്കിയതാണ്, നമുക്കുള്ളതാണ്, നമുക്ക് മാത്രമുള്ളതാണ്. ഇതിനും കൂടി സമയം എന്താണ് പറഞ്ഞത്? നെയിമാണോ, ടൈപ്പ് ചെയ്യാനുള്ള പേരാണോ നിങ്ങൾ ചോദിച്ചത്? ഓക്കെ, നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻ മലയാളം അങ്ങനെ ടൈപ്പ് ചെയ്യാം. സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻ മലയാളം. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻ മലയാളം എന്ന് പറയുമ്പോൾ തനി മലയാളം വീഡിയോസാണ് കിട്ടുക. എന്നാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇൻ മലയാളം ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കിട്ടിയെന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ഇൻട്രാക്റ്റീവ് ഇംഗ്ലീഷ്, അവിടെ ഈ മലയാളം വേണ്ട, ഇൻട്രാക്റ്റീവ് ഇംഗ്ലീഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലല്ലാത്ത ഇംഗ്ലീഷിൽ മാത്രമുള്ള സായിപ്പിൻ്റെ മക്കളും പുറത്തിറക്കിയ നല്ല അടിപൊളി വീഡിയോസ്, പിന്നെ ലക്ഷക്കണക്കിന് വീഡിയോസാണ്, അത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടത്, നിങ്ങൾ ലെവൽ ഏതാണോ, കാരണം ഇന്നൊക്കെ ഇന്ന് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷ, ഇറ്റാലിയൻ ഭാഷ, ഫ്രഞ്ച് ഭാഷ അതൊക്കെ പഠിക്കുന്നതിന് പുറകെയാണ്. ഇന്നിപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളിൽ ഭൂരിപക്ഷം കുട്ടികളും ചിന്തിക്കുന്നത് ജർമ്മനിയിൽ പോയിട്ട് എങ്ങനെ ഉപരിപഠനം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കോഴ്സുകളെ കുറിച്ചൊക്കെയുള്ള ട്രെയിനിങ്ങും അതുപോലെ പരസ്യങ്ങളും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമാണ് അല്ലേ? അപ്പോൾ ഈ ജർമ്മൻ ഭാഷ ഒക്കെ A1, A2, B1, B2, C1, C2 ലെവലുണ്ട്. A1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കാണ്, C2 എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഇതേ ലെവൽ ഇംഗ്ലീഷിലും ഉണ്ട്. അതും വേണം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. A1 ഇംഗ്ലീഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ A1 ലെവല് ഉണ്ടായിരിക്കേണ്ട ഒരു കുട്ടിക്ക്
പിന്നെ അറിയേണ്ട ഇംഗ്ലീഷ് വാക്കുകൾ ഏതൊക്കെയാണ്, അറിയേണ്ട ഇംഗ്ലീഷ് ഗ്രാമർ ഏതൊക്കെയാണ്, അറിയേണ്ട ഇംഗ്ലീഷ് വാചകങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ യൂട്യൂബിൽ കിട്ടും. ഇനി A2 ഇംഗ്ലീഷ് നടിച്ചു കഴിഞ്ഞാൽ A1നേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് A2, ആ ലെവലുള്ളത് കിട്ടും. A2വിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് B1, B1നേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് B2, B2വിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് ആണ് C1, C1നേക്കാളും അഡ്വാൻസ്ഡ് ആണ് C2. ഇതൊക്കെ നമുക്കുള്ളതാണ്. അതൊക്കെ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തന്നെ വേണം. എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇത്ര ഒരു ചാൻസ് കിട്ടിയാലോ, ഇത് ഒന്നും ക്യാഷ് കൊടുക്കണ്ട. ഇത് ഈ A1, A2, B1, B2, C1, C2 ഒക്കെ ഇംഗ്ലീഷ് പഠിക്കാനെന്ന് ക്ലാസ് ക്യാഷ് കൊടുക്കണ്ട. നിങ്ങൾക്ക് ഡാറ്റ മൊബൈൽ ഉണ്ടായാൽ മതി. അതിപ്പോൾ എന്തായാലും ഒരു മാസം ഇത്ര GB വേണ്ടി നമ്മൾ ഒരു ഡെയിലി 1.2 GB വേണ്ടിയൊക്കെ നമ്മൾ അല്ലേ 1 അല്ലെങ്കിൽ 2 GB ഒക്കെ വേണ്ടി നമ്മൾ ക്യാഷ് നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരുങ്ങുക കേട്ടോ. സമയം ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ആയിക്കൊണ്ടിരിക്കുന്നു. ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ലാംഗ്വേജ് പരമായ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. അടുത്ത ആഴ്ചയോട് കൂടി ഞാൻ സ്കില്ലിനുള്ള കുറച്ച് വർക്കുകൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തരാൻ പോവുകയാണ് കേട്ടോ. അടുത്ത ആഴ്ച നല്ല ടാസ്ക് വരുന്നുണ്ട്. എല്ലാവരും ഒരുങ്ങിയിരിക്കുക. ലാംഗ്വേജ് സ്കില്ല് ഉണ്ടാവണം. അതിനുവേണ്ടി സമയവും കണ്ടെത്തണം, ശ്രദ്ധ കൊടുക്കണം, ഒക്കെ വേണം. സോ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇന്ന് ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ക്ലാസ്സിലെ പാർട്ടിസിപ്പേഷൻ പൊതുവിൽ കുറവായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം നമ്മൾ ക്ലാസ്സിൽ ഒരു 20 to 30 വരെ ആളുകൾ മാത്രമേ ഇന്ന് ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. നോർമലി 50 and above ആളുകൾ വരുന്ന ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ മാക്സിമം വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ആരംഭശൂരത്വം. ക്ലാസ് ആരംഭിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ വരും. പിന്നെ ക്ലാസ് കഴിയുന്തോറും ആവേശം കുറഞ്ഞു പോകുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ടീച്ചർമാരാവാനുള്ളവരാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു കോഴ്സാണ്. ഇത് ലൈഫ് കൊണ്ടുള്ള കളിയാണ്. ലൈഫ് കൊണ്ടുള്ള കളി പറഞ്ഞാൽ കുട്ടിക്കളിയല്ല. അതിന് വകവെച്ച് കൊടുക്കരുത്. മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ വരാൻ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്. ഇനി ഓരോരുത്തരായിട്ട് ലീവ് ചെയ്തോളൂ കേട്ടോ.